എന്താണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ? എന്താണ് ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള നേട്ടം? പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് കാരണമെന്താണ്? വിശദമായി നമ്മൾ ഈ കാര്യം പരിശോധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ അടക്കം വിവിധ ലോക രാജ്യങ്ങൾക്കെതിരെ തീരുവ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരത്തെയുള്ള ആവശ്യമായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര കരാർ. അങ്ങനെയാണ് ഈ കരാറിലേക്ക് വരുന്നത്. ഇന്ത്യയും അമേരിക്കയും ഭായ് ഭായ് എന്ന തരത്തിലേക്കൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേതാക്കൾ രണ്ടുപേരും, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ, ഈ തരത്തിൽ തന്നെയാണ് അവരുടെ ഫോൺ വിളിയിലൂടെയാണ് ഈ കരാറിന്റെ ആദ്യഘട്ടം ഒന്ന് നടന്നത്. ഇനി കരാറിലേക്ക് ഒപ്പിടേണ്ടതുണ്ട്. അതോടൊപ്പം ആ നടപടികളിലേക്കൊക്കെ അടുത്ത് തന്നെ പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും തീരുവ യുദ്ധം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തീരുവ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 50% ഇന്ത്യയുമായുള്ള തീരുവ ഉയർന്നതാണ് ഏറ്റവും വലിയ കാര്യമായി നമ്മൾ ഈ പശ്ചാത്തലത്തിലൊക്കെ പരിശോധിച്ചിരുന്നത്. എന്തായാലും കരാർ പ്രഖ്യാപിച്ചത് ഡൊണാൾഡ് ട്രംപാണ് എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഉള്ള വിവാദത്തിന്റെ അടിസ്ഥാനം. താൻ സന്തോഷവാനല്ല എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. സന്തോഷിപ്പിക്കേണ്ടത് ഇന്ത്യയാണ് എന്നൊക്കെ നേരത്തെ പ്രകോപനപരമായ കാര്യങ്ങൾ ട്രംപ് ആവർത്തിച്ചിട്ടും ഇന്ത്യ പാക് യുദ്ധം ചൂണ്ടിക്കാട്ടിയുള്ള പരാമർശങ്ങൾ ഉണ്ടായ പശ്ചാത്തലമൊക്കെ ഉണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ വിമർശിച്ച പശ്ചാത്തലമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു നീക്കവും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു കരാർ പ്രഖ്യാപിക്കുന്നത് എന്നതാണ് ഈ വിവാദത്തിന്റെ സമീപകാല പശ്ചാത്തലം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ കരാറിലെ വ്യവസ്ഥകൾ ഇപ്പോഴും നമുക്ക് അവ്യക്തമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കരാർ ഏത് തരത്തിലാണ് എന്ന കാര്യത്തിലൊന്നും ഇന്ത്യയുടെ നേതാക്കളിൽ നിന്ന് കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്ന തരത്തിൽ ഉള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായത്. ഇനി എങ്ങനെയാണ് ഈ കരാർ എന്നത് നമുക്ക് പരിശോധിക്കാം. കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ തീരുവ 18% മാറും എന്നതാണ് ഒരു നേട്ടമായി പറയുന്നത്. കാരണം നിലവിൽ ഇന്ത്യയുടെ തീരുവ 25%. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്ക് ഒരു അധിക ചുങ്കം പെനാൽറ്റിയായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് 25%. അങ്ങനെ 50% നിലവിൽ ഇന്ത്യയിലെ തീരുവ അത് 18% കുറയും എന്നതാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലൊക്കെ ഇന്ന് നമ്മൾ കണ്ട ഈ തരത്തിലുള്ള വലിയ മുന്നേറ്റത്തിന്, ഒരു ഉണർവിന് കാരണമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ തരത്തിൽ ആ അമേരിക്കൻ വിപണിയിലേക്ക് പോകുമ്പോൾ ആ തീരുവ 18% കുറയുന്നത് വലിയ നേട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതുതന്നെയാണ് ഈ തീരുവയുടെ ഭാഗമായി ഇന്ത്യക്കുണ്ടാകുന്ന വലിയൊരു നേട്ടം. തത്വത്തിൽ 50% ഉള്ള ഒരു തീരുവ അത് 18% കുറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. അമേരിക്കൻ മാർക്കറ്റിൽ അതിന്റെ സാധ്യത കൂടും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് രാജ്യങ്ങളെക്കാൾ ആനുകൂല്യം ഇന്ത്യക്ക് ഉണ്ടാകും. കാരണം 18% മുകളിലേക്കാണ് മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം, അമേരിക്കൻ വിപണിയെ ലക്ഷ്യമിട്ട് പോകുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം 18% മുകളിലാണ് തീരുവയുള്ളത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളികളെയൊക്കെ മറികടക്കാൻ പറ്റും. അതോടൊപ്പം ബ്രസീൽ ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യക്ക് അമേരിക്കൻ വിപണിയിൽ ഇടപെടാൻ സാധിക്കും എന്നതാണ് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏറ്റവും കൂടുതൽ തീരുവയുള്ള രാജ്യങ്ങളെ പരിശോധിക്കാം. അത് ബ്രസീൽ 50% ബ്രസീലിന്റെ തീരുവ നിലവിലുള്ളത്. മ്യാൻമർ, ലാവോസ് എന്നിവയ്ക്ക് 40%. ചൈനയ്ക്ക് വലിയൊരു മാർക്കറ്റാണ്, അമേരിക്കയിൽ മാർക്കറ്റിൽ ഇടപെടുന്ന ഒരു രാജ്യമാണ്, 37% നിലവിൽ തീരുവ. ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ തരത്തിൽ ഇടപെടുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു രാജ്യം 30%. ഈ തരത്തിലാണ് ഏറ്റവും കൂടുതൽ തീരുവ ഉള്ള രാജ്യങ്ങൾ. അമേരിക്ക നേരത്തെ ഈ അധിക ചുങ്കത്തിന്റെ ഭാഗമായി ഉള്ള ചുങ്കമടക്കം ഈ തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, സ്വാഭാവികമായും ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്ന രാജ്യങ്ങളിൽ നമ്മുടെ ചുങ്കം 18% കുറയുമ്പോൾ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ സാധ്യത ഇന്ത്യക്ക് ആ അമേരിക്കൻ വിപണിയിലേക്ക് ഇടപെടാൻ പറ്റും എന്ന് നമുക്ക് ഈ കണക്കിൽ വ്യക്തമാണ്. ബംഗ്ലാദേശ്, വിയറ്റ്നാം എന്നിവയ്ക്ക് 20%, മലേഷ്യ, കംബോഡിയ 19%, സമാനമാണ് തായ്ലൻഡ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് 19%. അതിലും 1% കുറവ് 18% ഇന്ത്യക്ക് നിലവിൽ തീരുവ ഈ കരാറിന്റെ ഭാഗമായി ഉണ്ടായാൽ നമുക്ക് ഗുണമുണ്ടാകുക. അതുതന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി പറയുന്നത്. ഇനി കരാറിന്റെ ഭാഗമായുള്ള എന്താണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ശക്തമായ റീ എൻട്രി ഒക്കെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കരാർ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറയുന്നതിന് കാരണം ഈ കണക്കാണ്. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയിലുള്ള തീരുവ 0% മാറും. തീരുവ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. ഇത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കും എന്നതാണ് പ്രധാന
പ്രധാനപ്പെട്ട വിമർശനങ്ങൾക്ക് കാരണം. കാരണം ഇന്ത്യയുടെ മറ്റ് കണക്കുകളിലേക്ക് കൂടി നമുക്ക് പോയാൽ അമേരിക്കയ്ക്ക് 0% ആകുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയിലേക്ക് നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലം ഇന്ത്യൻ വിപണിയിലാകെ അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് വലിയ അനീതിയാണ് എന്ന തരത്തിലാണ് ഒരു വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് അമേരിക്കൻ താല്പര്യത്തിന് ഇന്ത്യ വഴങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ 0% മാറുന്നു, ഇന്ത്യക്ക് 18% എന്ന കണക്കിൽ ഒരു കരാർ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ കരാറിന്റെ ഭാഗമായി അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് $50,000 കോടി ഇറക്കുമതി ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. $500 ബില്യൺ ഇറക്കുമതി ഉണ്ടാകും എന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇറക്കുമതി വരുന്നതോടുകൂടി ഇന്ത്യൻ വിപണിയിൽ അത് വലിയ മാറ്റങ്ങൾക്ക് ഉണ്ടാക്കും എന്ന് പറയുന്നു. സ്വാഭാവികമായും വിപണി ഉണർന്ന് വരുന്നുണ്ട്, പക്ഷേ അത് ഇന്ത്യക്ക് പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഭാഗം സാമ്പത്തിക വിദഗ്ധരെങ്കിലും കരുതുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആ തരത്തിലുള്ള വിമർശനം തന്നെയാണ് വരുന്നത്. കാരണം ഇരു രാജ്യങ്ങൾക്കും ഗുണമുണ്ടാകും എന്ന് പറയുന്ന, ബന്ധം ഊട്ടിയുറപ്പിക്കും എന്ന് പറയുന്ന ഒരു കരാറിൽ $50,000 കോടി ഇറക്കുമതി അമേരിക്ക ലക്ഷ്യമിടുമ്പോൾ അത് ഇന്ത്യൻ വിപണിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത ഏറെയാണ്. ഇനി ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം ഈ കരാർ നീളുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കടന്നു വരുമോ എന്ന പശ്ചാത്തലമൊക്കെ ആയിരുന്നു. കാരണം ഈ കരാറിലേക്ക് ഒപ്പിടാതിരിക്കാനുള്ള കാരണമായി നേരത്തെ പറഞ്ഞിരുന്നത് അതുൾപ്പെടെ ഉള്ള ഉൽപ്പന്നങ്ങൾ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഈ $50,000 കോടി കണക്കിൽ വരുന്നു എന്നതാണ്. ഊർജ്ജം, സാങ്കേതികവിദ്യ, കാർഷികോൽപ്പന്നങ്ങൾ, കൽക്കരി, ഈ 4 വിഭാഗങ്ങൾ കൂടാതെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ കൂടി ഈ കരാറിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് നിലവിലെ കണക്കിൽ. അങ്ങനെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, $50,000 കോടിയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി ഏത് തരത്തിലായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു കാർഷിക രാജ്യം എന്ന നിലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടി ഈ തരത്തിലേക്ക് വരുമ്പോൾ കർഷകരിൽ നിന്നും ഒരു പ്രതിഷേധവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ തരത്തിൽ കൂടി ഉള്ള കണക്കുകൾ കൂടി വരുന്നുണ്ട്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഈ കരാറിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് വരുന്നത് റഷ്യയുടെ ഭാഗമായുള്ള എണ്ണ നിർത്തും എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ എണ്ണ വാങ്ങും. അമേരിക്കൻ എണ്ണ എന്ന് പറയുമ്പോൾ അത് വെനസ്വേലയിൽ നിലവിൽ നിക്കോളാസ് മഡൂറോയെ അവിടെ നിന്ന് വെനസ്വേലയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ അമേരിക്ക വഴി ഇന്ത്യയിലേക്ക് വരും. റഷ്യൻ എണ്ണ പൂർണ്ണമായി നിർത്തും എന്നതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായി ഒരു വിശദീകരണം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ കരാറിന്റെ ഭാഗമായി റഷ്യൻ എണ്ണ നിർത്തുമെന്നതാണ്. പക്ഷേ നിലവിൽ 40% ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വരുന്നതും റഷ്യയിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. അത്രമാത്രം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായും എണ്ണ നിർത്തി അത് അമേരിക്കയ്ക്ക് കീഴ്പ്പെടും എന്നതാണ് ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് തന്നെയാണ് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും എന്നത് കൂടി ട്രൂത്ത് സോഷ്യൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു വയ്ക്കുന്ന യുദ്ധത്തിന് കാരണം ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞ ആ വിമർശനത്തിന് ഒരു അടിത്തറയിടുന്ന തരത്തിലാണ് ട്രംപിന്റെ വാക്കും വന്നത്. അതുകൂടി ഇന്ന് പ്രതിപക്ഷം ആ തരത്തിൽ കൂടി വിമർശനം ഉന്നയിക്കുകയാണ്. ഇതാണ് കരാറിന്റെ പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. കരാർ ഒപ്പിട്ടതിന് പിന്നാലെ വിപണിയിൽ പുത്തൻ ഉണർവ് വന്നിട്ടുണ്ട്. എല്ലാ ഓഹരി സൂചികകളും കുതിച്ചുയർന്നിട്ടുണ്ട്. രൂപയുടെ മൂല്യം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ താല്പര്യമുള്ള കരാർ എന്ന വിമർശനം പ്രതിപക്ഷം തുടരുകയും ചെയ്യുന്നു.